ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മറുടെ അഭാവത്തിലും ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ തകർപ്പൻ പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത്. 6 ഗോളുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് പോസിറ്റീവായ ഒരു കാര്യമാണ്. സൗഹൃദ മത്സരങ്ങളിൽ ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. അത് നെയ്മർക്ക് കളിക്കാൻ കഴിയില്ല. വേൾഡ് കപ്പിലെ ആദ്യ മത്സരം മൊറോക്കോക്കെതിരെയാണ് ബ്രസീൽ കളിക്കുക. അതിനുവേണ്ടി നെയ്മർ തയ്യാറാകുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഏതായാലും ടീമിനകത്തെ നെയ്മറുടെ പ്രസക്തി എന്താണ്? ഇതേക്കുറിച്ച് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് നെയ്മർ ഉള്ളത് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ് എന്നാണ് വിനി പറഞ്ഞിട്ടുള്ളത്. കാരണം ടീമിനകത്തുള്ള ഭൂരിഭാഗം യുവതാരങ്ങളുടെയും ഐഡോൾ അത് നെയ്മർ ജൂനിയർ ആണ് എന്നുള്ള കാര്യം ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ ഞങ്ങളുടെ ഐഡോളാണ്. അദ്ദേഹത്തോടൊപ്പം കളിക്കുക എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. നെയ്മറെ ഐഡോളായി കാണുന്ന ഒരു യുവ തലമുറയാണ് ഇവിടെയുള്ളത്. നെയ്മർക്കൊപ്പം ദൈനംദിനം ചിലവഴിക്കുക എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞങ്ങളോടൊപ്പം കളിക്കാൻ വേണ്ടി നെയ്മർ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തുന്നതിൻ്റെ തൊട്ടരികിലാണ് ഉള്ളത്. നല്ല ഒരു വേൾഡ് കപ്പ് ഉണ്ടായി ചരിത്രം തിരുത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് വിനീഷ്യസ് ജൂനിയർ പുതിയതായി കൊണ്ട് നെയ്മറെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നെയ്മർ ജൂനിയർ ടീമിനകത്ത് ഉള്ളത് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ്, എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് എന്നാണ് വിനി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ന് നടന്ന മത്സരത്തിൽ വിനീഷ്യസ് മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. ഒരു കിടിലൻ ഗോളും ഒരു കിടിലൻ അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ഇനിയിപ്പോൾ വേൾഡ് കപ്പിൽ അത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.